ബ്രാല് കഴിക്കേണ്ട പൂതി ഇതോടുകൂടി തീർന്നിട്ടുണ്ട് ഞങ്ങളുടെ. 2 കിലോ ബ്രാല് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. അവർ വളർത്തുന്നതാണ്. അപ്പം ഇത് സാധാ മീനിനെ പോലെയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നന്നാക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. കയ്യിൽ പിടിച്ചിട്ട് കിട്ടണ്ടേ. പിന്നെ എങ്ങനെയൊക്കെയോ സൈഡൊക്കെ പിടിച്ച് അങ്ങനെ മുറിച്ച് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ചെതുമ്പിലൊക്കെ ആദ്യം വെട്ടി കളഞ്ഞ് പിന്നെ സൈഡിലെ ആ ഒരു മുള്ളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ ചിറകൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെയാണ് പെട്ട പാട്. ഇതെങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ മെനക്കെട്ടു എന്ന് പറയാം. ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് കഴിഞ്ഞു ഇതൊക്കെ വൃത്തിയാക്കി പാചകം ചെയ്ത് എടുക്കുമ്പോഴേക്കും. ഇതിനെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നാട്ടിലൊക്കെ ബ്രാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പണിയൊന്നും ഇല്ലല്ലോ വൃത്തിയാക്കുന്നത്. അങ്ങനെ കഴിക്കാതിരുന്നാൽ പോരെ. ഇതിപ്പോൾ ജീവനോടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അങ്ങനെ ഉപ്പും പിന്നെ അതേപോലെ പുളിയും വെള്ളത്തിലിട്ടിട്ട് അത് ഈ ഒരു ബ്രാലിൽ വൃത്തിയാക്കി ചെതമ്പിലൊക്കെ ക്ലീൻ ചെയ്ത് സൈഡൊക്കെ വെട്ടിയ ഈ ബ്രാലിൽ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിനെ നല്ലപോലെ കഴുകിയിട്ടൊന്നും പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും വഴുക്കായിരുന്നു അതിന്. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഇവിടെ മണലുണ്ട്, ചാരമില്ലായിരുന്നു ഇവിടെ. അധികം ചാരം കിട്ടിയില്ല. അപ്പം ചാരം വെച്ചിട്ടാണ് കഴുകാന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പുളിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കുറച്ച് നേരം ഇത്തിരി ചൂടും ആക്കിയിട്ടുള്ള പുളിവെള്ളമാണ് അതിലിട്ട് വെച്ചു. എന്നിട്ട് ഇതിനെടുത്തിട്ട് നമ്മൾ കല്ലിലൊക്കെ ഇട്ടിട്ട് ഉരയ്ക്കണം. ഇതിൻ്റെ മുകളിൽ ആ ഒരു കറുപ്പ് കളറില്ലേ അത് പോവണം. അപ്പോൾ കല്ലിലൊക്കെ ഇട്ടിട്ട് ഉരയ്ക്കാന്നൊക്കെ വിചാരിച്ച് മണലെടുത്ത് തേച്ച് അങ്ങനെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ആക്കുന്ന പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇക്കാലത്തൊന്നും ഇത് വൃത്തിയാവില്ല. അങ്ങനെ ഇതിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് കേട്ടോ, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ ഞാൻ മെല്ലെ അലക്ക് കല്ലിലൊക്കെ ഇട്ട് കൊണ്ടുപോയി ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തത്. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് ഓരോരോ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇനി നല്ല മുളകിട്ട കറി ഉണ്ടാക്കണം, അതേപോലെ പൊരിക്കണം. അത് കൂടുതൽ പൊരിച്ചാലോട്ടോ ടേസ്റ്റ് ഉണ്ടാവുക മുളകിടുന്നതിനേക്കാളും. അങ്ങനെ കുറച്ച് ഇപ്പോൾ ഞങ്ങൾ കറി വെച്ചു, മുളകിട്ട് നല്ല അടിപൊളി കറിയും വെച്ചു, ചോറും കഴിച്ചു. അങ്ങനെ ഈ ഒരു മെനക്കെട് ഇതിൽ ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടോ ഇത് കഴിച്ചപ്പം. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.